ഹലോ ചങ്ങായിമാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു ടൊമാറ്റോ റൈസാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണിത്. നമ്മുടെ വീടുകളിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ. അപ്പോൾ നമ്മൾ ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു 2 ഗ്ലാസ് റൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർത്തി വെക്കാം. നമ്മൾ നല്ലോണം ഒന്ന് കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ച് വെക്കേണ്ടത്. നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൊമാറ്റോ റൈസിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് സവാളയാണ്. സവാളയെ നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. മീഡിയം സൈസ് സവാളയായിരുന്നു. ചെറുതായിട്ട് ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മളിവിടെ 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ആവശ്യമുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് കാഷ്യൂനട്ടാണ്. അതും നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് അത് നേർപകുതിയായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകാണ്. നമ്മൾ കുറച്ച് കടുക് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജീരകവും ആവശ്യമുണ്ട്. അത് നമ്മൾ ഒരു 1/2 ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാകും. പിന്നീട് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് കൂടെ വേണം. പിന്നെ വേണ്ടത് ഉഴുന്നാണ്. അതും ഇതെല്ലാം നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റി എടുത്താൽ മതി. നമ്മൾ കുതിരാനിട്ടതിന് ശേഷം നമുക്ക് അരി എടുത്ത് കുറച്ച് നേരം ഒന്ന് ഊറ്റി വയ്ക്കാം. ഊറ്റി വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ആ വെള്ളമൊക്കെ ഒന്ന് പൊയ്ക്കോളും. ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്ക് 150 കിണ്ടി വെക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ കാഷ്യൂനട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നെയ്യിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ആ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറുന്ന രീതിയിൽ, കാരണം എണ്ണ നന്നായിട്ട് ചൂടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ മാറിക്കിട്ടും. ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നല്ലവണ്ണം ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും അതുപോലെ തന്നെ കടലപ്പരിപ്പ് അത് രണ്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വേപ്പിലയും അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ സവാളയും പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൂടെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിയാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ മസാലയൊക്കെ സവാള എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. അതിപ്പോൾ നമ്മളിപ്പോൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിവിടെ തക്കാളി ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഈ മസാല നമ്മുടെ റൈസിലോട്ടിട്ട് കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. തക്കാളി ഏകദേശം ഒരു 1/2 കുക്ക് അല്ലെങ്കിൽ ഒരു 3/4 ഭാഗം കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ഇത്തിരി ഉലുവ പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് അടപ്പ് ഓഫ് ചെയ്യാം. ഇത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്കൊരു കുക്കർ എടുക്കാം, കാരണം നമുക്ക് അരിയും എല്ലാം കൂടിയിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കുക്കർ എടുക്കുക. ആ കുക്കർ നമുക്ക് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുക്കർ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ ഏലക്ക അതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം.
അതെല്ലാം ഒന്ന് കുറച്ച് നേരം ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബസ്മതി റൈസാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യുക. അത് നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ അരി എന്ന് പറയുന്നത് 2 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്ക് നമ്മൾ 3 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. 3 കപ്പ് വെള്ളം അത് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക, ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുക്കർ വെച്ച് മൂടി വെച്ച് നമുക്ക് ഒന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസോട് വേവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 വിസിലടിച്ചാൽ മതി. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്ത് പോകും. 1 വിസിലടിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ എയർ പോയതിന് ശേഷം മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാതെ മതിയാവും. നമ്മൾ 1 വിസിലടിച്ചപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ എയറൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മളുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കറക്റ്റ് വെള്ളവും കറക്റ്റ് വേവ് തന്നെയാണിത്. നമ്മുടെ റൈസൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം കുറച്ച് മല്ലിയിലയും കൂടി ഇടുമ്പോഴത്തേക്കും അതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മല്ലിയില ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ആദ്യം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആക്രി പീക്കിരി ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കാരണം നമുക്കറിയാം നമ്മുടെ റൈസൊന്നും ഇപ്പോൾ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം. കാരണം ആ മല്ലിയിലയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് റൈസിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ടൊമാറ്റോ റൈസ്, അതായത് തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളിതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഈ റെസിപ്പി ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഈ തക്കാളി റൈസ് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരു പപ്പടവും പിന്നെ ഇത്തിരി സാലഡും അതുപോലെ തന്നെ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു കോംബോ ആയിരിക്കുള്ളൂ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.